ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്നവരെ, ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായത്തിൽ സാംസൺ എന്ന് പറയുന്ന ഒരു ധീര യോദ്ധാവിനെ നാം കണ്ടുമുട്ടുകയാണ്. അവൻ ഫിലിസ്തീൻ നാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ അവനെതിരെ ഒരു സിംഹം വന്നപ്പോൾ യാതൊരു ആയുധമില്ലാതെ തൻ്റെ കരങ്ങൾ കൊണ്ട് സിംഹത്തെ വലിച്ചു കീറി മുന്നോട്ട് പോയവനാണ്. വീണ്ടും അവൻ കുറേ നാളുകൾക്ക് ശേഷം ആ പ്രദേശത്തോടെ കടന്നു പോകുമ്പോൾ ആ സിംഹത്തിൻ്റെ അസ്ഥിയിൽ തേൻ കൂട്ടിയിരിക്കുന്നത് കണ്ടു. അവൻ ആ തേനെടുത്ത് ഭക്ഷിച്ചു, തൻ്റെ വീട്ടിലുള്ളവർക്കും കൊണ്ടുപോയി കൊടുത്തു. തൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞു, ഞാനൊരു സ്ത്രീയെ കണ്ടിട്ടുണ്ട്, അവളെ എനിക്ക് വിവാഹം കഴിപ്പിച്ചു തരണം. അവൾ ഫിലിസ്തീൻ നാട്ടിൽ നിന്നുള്ളവളാണ്. മാതാപിതാക്കൾ ചോദിക്കുന്നു, നമ്മുടെ വംശത്തിൽ സ്ത്രീകളില്ലാഞ്ഞിട്ടാണോ നീ മറ്റ് സ്ത്രീകളെ അന്വേഷിച്ചു പോയത്? അവൻ പറഞ്ഞു, എൻ്റെ കണ്ണുകൾക്ക് യോജ്യമെന്ന് തോന്നി. സ്നേഹമുള്ളവരെ, ഇവിടെ പ്രധാനമായും എടുത്തു പറയുന്നത് കണ്ണുകൾക്ക് യോജ്യമെന്ന് തോന്നി. നിന്റെ കണ്ണ് കുറ്റമറ്റതുമെങ്കിൽ നിന്റെ ശരീരം മുഴുവൻ പ്രകാശിക്കും. നിന്റെ കണ്ണ് നിന്റെ കണ്ണ് കുറ്റമില്ലാത്തതായി തീരുവാൻ വേണ്ടി നീ പ്രത്യേകമായി ശ്രദ്ധിക്കണം. സ്നേഹമുള്ളവരെ, മാതാപിതാക്കൾ അവനെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. അവിടെ നാട്ടിൽ 30 യുവാക്കളുണ്ടായിരുന്നു. ഇവർ സമൂഹത്തിൽ ഒന്നിച്ചേരുകയും ആയിരുന്ന ഒരു സമയമാണ്. ആ യുവാക്കൾ ഒന്നിച്ചേർന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാംസൺ അവരോട് ഒരു കഥ പറഞ്ഞു. അതിന് ഉത്തരം നിങ്ങൾ പറയണം. അവിടുന്ന് ഇങ്ങനെയാണ് 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഭോജിക്കുന്നതിൽ നിന്ന് ഭോജ്യവും മന്നലിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു. ഭോജിക്കുന്നതിൽ നിന്ന് ഭോജ്യവും പുറപ്പെട്ടു, മല്ലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു. ഒരു കടങ്കഥയാണ്. ഇതിന് നിങ്ങൾ 7 ദിവസം ഞങ്ങൾക്ക് അവധി തരുന്നു, നിങ്ങൾ കണ്ടെത്തണം. കണ്ടെത്തിയാൽ നിങ്ങൾക്ക് വിശേഷ വസ്ത്രങ്ങളും 30 വിശേഷ വസ്ത്രങ്ങളും 30 പുതിയ വസ്ത്രങ്ങളും നിങ്ങൾക്ക് നൽകും. ഇല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് 30 വിശേഷ വസ്ത്രങ്ങളും 30 പുതുവസ്ത്രങ്ങളും നൽകണം. അവർക്ക് ഉത്തരം കിട്ടിയില്ല. അവർ അവൻ്റെ ഭാര്യയെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. നീ ഇതിന് ഉത്തരം പറഞ്ഞില്ല എങ്കിൽ നിന്നെയും നിന്റെ പിതൃഭവനത്തെയും ഞങ്ങൾ ചുട്ടുകളയും, അല്ലെങ്കിൽ കത്തിച്ചു കളയും. അവൾ ഭയപ്പെട്ടു. അവൾ സാംസണോട് പറഞ്ഞു, നിങ്ങൾ എന്നോട് ഈ കഥകൾ പറഞ്ഞിട്ടില്ല, അർത്ഥം പറഞ്ഞു തരണം. 7-ാം ദിവസം അവൻ അവളോട് ആ കഥ പറഞ്ഞു. അവളത് തൻ്റെ സുഹൃത്തുക്കളോട് പറയുകയാണ്. ആ സുഹൃത്തുക്കൾ അവനോട് പറഞ്ഞു, സിംഹത്തെക്കാൾ കരുത്തുള്ളത് എന്തിന്? തേനിനേക്കാൾ മാധുര്യമുള്ളത് എന്ത്? സിംഹത്തെക്കാൾ കരുത്ത് എന്തിന്? തേനിനേക്കാൾ മാധുര്യം എന്തിന്? സ്നേഹമുള്ളവരെ, തൻ്റെ ജീവിത പങ്കാളി, ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ട, ഹൃദയം സൂക്ഷിക്കേണ്ട ജീവിത പങ്കാളി താൻ അവളോട് പറഞ്ഞ രഹസ്യം പരസ്യപ്പെടുത്തിയതുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി. അവൻ അവർക്ക് വേണ്ടി വസ്ത്രങ്ങൾ കൊണ്ടുവന്ന് കൊടുത്തു. അവൻ തിരിച്ച് തൻ്റെ ഭവനത്തിലേക്ക് പോയി. അവളാകട്ടെ അവനോട് കൂടെയുണ്ടായിരുന്ന ഒരുവൻ്റെ ഭാര്യയായി തീരുകയും ചെയ്തു.
എന്താണ് നമ്മൾ തിരുവചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുക? ദൈവം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സമൂഹത്തിൽ നിന്ന് ദൈവം നിനക്കായി ഒരുക്കിയിരിക്കുന്ന ജീവിത പങ്കാളിയെ നീ കണ്ടെത്തുവാൻ ശ്രദ്ധിക്കുക. നിന്റെ കണ്ണിൻ്റെ പ്രലോഭനങ്ങളെ നീ അതിജീവിക്കുക. നിനക്ക് നല്ലതെന്ന് തോന്നുന്നത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നല്ലതായിരിക്കണമെന്നില്ല. അതവൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുകയും അവൻ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ്. ഭാര്യ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ജീവിത പങ്കാളി തങ്ങളുടെ ഹൃദയത്തിൻ്റെ സൂക്ഷിപ്പുകാരാണ്. ആ ഹൃദയ രഹസ്യങ്ങൾ പങ്കുവെക്കുമ്പോൾ, മറ്റൊരാൾ പങ്കുവെക്കുമ്പോൾ അവിടെ ബന്ധങ്ങളുടെ അകൽച്ചയുണ്ടാവുകയാണ്. വിശ്വസിച്ചാണ് തനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട തോന്നുന്ന വ്യക്തിയോടാണ് തൻ്റെ രഹസ്യങ്ങൾ പറയുക. എന്നാൽ അത് മറ്റൊരു വ്യക്തിയോട് പങ്കുവെച്ച് കഴിയുമ്പോൾ അതിൻ്റെ പവിത്രത നഷ്ടപ്പെടുകയാണ്. നമ്മുടെ ആഗ്രഹങ്ങളെ ദൈവഹിതമല്ലെങ്കിൽ നിഗ്രഹിക്കുവാനും ദൈവവചനം അനുസരിച്ച് ദൈവഹിതം അനുസരിച്ച് ജീവിതത്തെ പടുത്തുയർത്തുവാനും രഹസ്യങ്ങൾ സൂക്ഷിക്കുവാനും നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മൾക്ക് കരുത്താകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.